പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളമൊരുക്കി സായണ്ണ സൗഹൃദ കൂട്ടായ്മ. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. തൃശൂർ നഗരത്തിലെ പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. മേയറുടെ സ്ത്രീ വിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ വനിതാ കൌൺസിലർമാർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ദേശീയപാത ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ കാറിൽ കടത്തിയ 350 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. മലയാളികൾക്കിനി ഓണാഘോഷ നാളുകൾ. പൂവിളിയും പൂക്കളവുമായി അത്തം പിറന്നു. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണക്കാലം ആഘോഷത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ കൂടിയാണ് മലയാളികൾക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പലരും ഓണാഘോഷം മാറ്റിവെച്ച് കരുതലിന്റെ സ്നേഹ സന്ദേശമാണ് പകരുന്നത്. ഇക്കുറി ചിങ്ങത്തിൽ 2 അത്തവും തിരുവോണവും ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ചതുർത്ഥിക്ക് തൊട്ടുമുൻപുള്ള ദിവസമാണ് അത്തമായി കണക്കാക്കുക. അതിനാലാണ് രണ്ടാമത്തെ അത്തനാളായ വെള്ളിയാഴ്ച മലയാളികൾ ഇക്കുറി അത്തമായി ആഘോഷിക്കുന്നത്. അത്തം മുതൽ 10 ദിവസം വീടുകളിൽ പൂക്കളമൊരുക്കുക പതിവാണ്. ഓണത്തോടനുബന്ധിച്ച് വിപണിയും സജീവമായി. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ പൂവിപണി ഉണർന്നു. എന്നാൽ മഴയും സർക്കാർ തല ഓണാഘോഷ പരിപാടികൾ ഇത്തവണ കുറച്ചതും പൂവിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്നിരുന്നാലും ആഘോഷം കുറച്ച് പുലിക്കളിയും കുമ്മാട്ടിയും പതിവ് തെറ്റാതെ ഇത്തവണയും ഉണ്ടാകുമെന്നത് തൃശ്ശൂരിന്റെ ഓണപ്പകിട്ടിന് മാറ്റുകൂട്ടും. 15-നാണ് തിരുവോണം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പതിവ് തെറ്റിക്കാതെ അത്തം നാളിന്റെ വരവറിയിച്ച് തൃശൂർ തെക്കേ ഗോപുര നടയിൽ ഒരുക്കിയ പൂക്കളം ഏവരുടെയും മനം നിറച്ചു. വയനാട് ദുരന്തം ചിത്രീകരിച്ചും ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഇക്കുറി സായണ്ണ സൗഹൃദ കൂട്ടായ്മ അത്തപ്പൂക്കളം ഒരുക്കിയത്. സാംസ്കാരിക നഗരിയുടെ ഓണാഘോഷങ്ങൾക്ക് പുത്തൻ ചാരുത നൽകി 1.5 പതിറ്റാണ്ടുകാലമായി അത്തന്നാളിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ വമ്പൻ പൂക്കളം ഒരുങ്ങാറുണ്ട്. ഇങ്ങനെ തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകവും യശസ്സും വാനോളം ഉയർത്തുന്ന ഈ അത്തപ്പൂക്കളം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശസ്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ആഘോഷങ്ങൾ ചുരുക്കി വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ദുരന്തബാധിതരോട് ഐക്യപ്പെട്ടാണ് ഇക്കുറി പൂക്കളമൊരുക്കിയത്. ഇതിനാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിപ്പം കുറച്ചാണ് ഇത്തവണ പൂക്കളം തീർത്തത്. 500 കിലോയോളം പൂക്കളാണ് ഇതിനായി വേണ്ടി വന്നത്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 17-ാം വർഷവും മുടങ്ങാതെ പൂക്കളമൊരുക്കിയത്. വയനാട്ടിലെ ദുഃഖം അനുഭവിക്കുന്ന ജനതയ്ക്കും അവരുടെ വേദനകൾക്കും കൈത്താങ്ങായിക്കൊണ്ട് ആഘോഷങ്ങൾ കുറച്ച് വളരെ ലളിതമായി കഴിഞ്ഞ വർഷത്തേക്കാൾ വലിപ്പം കുറച്ചുകൊണ്ട് ഒരു അത്തപ്പൂക്കളം തീർക്കുമ്പോൾ ലോകത്തിന് ഇത് എങ്ങനെ നമ്മൾ ധരിപ്പിക്കും എന്നൊരു ചിന്ത ഞങ്ങളിൽ ഉടലെടുക്കുകയും ആയതിൻ്റെ ഭാഗമായി വയനാടിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം തീർത്ത് ലോക ജനതയ്ക്ക് മുമ്പിൽ കേരളത്തിൻ്റെ വേദനയും വയനാടിൻ്റെ വേദനയും പകർത്തുക എന്ന ലക്ഷ്യം ഈ പൂക്കളത്തിലൂടെ ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിക്കുമ്പോൾ സമത്വസുന്ദരമായ ഓണം ഭാവനയ്ക്ക് ഒരു കൈത്താങ്ങാകുക എന്ന സന്ദേശമാണ് ഈ അത്തപ്പൂക്കളത്തിലൂടെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ലോകത്തിന് മുമ്പിൽ അഥവാ മലയാളികൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പൂക്കളത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ നിർവഹിച്ചു. കൂട്ടായ്മ പ്രവർത്തകരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും വയനാട് പുനരുദ്ധാരണത്തിനായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്കുകൾ കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണന് കൈമാറി. ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, മുൻ മേയർ K രാധാകൃഷ്ണൻ, കൂട്ടായ്മ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി T വർഗീസ് എന്നിവർ സംസാരിച്ചു. മൈതാനത്തെ ചീട്ടുകളി സംഘാംഗങ്ങൾ മുതൽ ഉദ്യോഗസ്ഥ പ്രമുഖർ വരെ ഒത്തുചേർന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് പൂക്കളം ഒരുക്കിയത്. രാവിലെ മുതൽ തന്നെ പൂക്കളം കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒപ്പം സെൽഫി എടുക്കാനുമായി നിരവധി പേരാണ് വിശ്വപ്രസിദ്ധമായ തെക്കേ ഗോപുരനടയിലേക്ക് എത്തിയത്. TCV തൃശൂർ. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. നടുവിലാലിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ആവേശം പകർന്ന് പുലിക്കൊട്ടിനൊപ്പം ഒറ്റ പുലി ചുവടുവച്ചു. മേയർ MK വർഗീസ് ചെണ്ടയിൽ താളം തീർത്തു.
കോർപ്പറേഷൻ കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, രാഹുൽ, പുലിക്കളി സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവിധ പിന്തുണയും പുലിക്കളിക്കുണ്ടാകുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. ഇത്തവണ 7 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. സീതാറാമിൽ ദേശം, വിയൂർ യുവജന സംഘം, വിയൂർ ദേശം, ശങ്കരംകുളങ്ങര ദേശം, കാനാട്ടുക്കര ദേശം, ചക്കാമുക്ക് ദേശം, പാട്ടുരാക്കൽ കലാകായിക സാംസ്കാരിക സമിതി എന്നീ സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 18-നാണ് പുലിക്കളി. നമുക്കറിയാം, വയനാടിന്റെ പ്രശ്നമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വയനാടിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം മുഴുവൻ ഓരോ പുലിക്കളി സംഘവും പറഞ്ഞിട്ടുള്ളത് അവരെ സഹായിക്കാമെന്നുള്ള ഉറപ്പ് നമുക്ക്. തൃശൂർ നഗരത്തിലെ പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിഷയത്തിൽ മേയറുടെ സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ വനിതാ കൌൺസിലർമാർ. നഗരത്തിലെ 144 പഴയ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണെന്ന് കാണിച്ച് മുൻപ് ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ യാതൊരുവിധ നടപടികളും കോർപ്പറേഷൻ കൈക്കൊണ്ടില്ല. സമീപകാലത്തായി ശോചനീയാവസ്ഥയിലുള്ള ചില കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ തകർന്നു വീഴുകയും കാൽനടയാത്രക്കാർ അടക്കം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ ലിസ്റ്റിന് പുറമെ 30 കെട്ടിടങ്ങൾ കൂടി ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. ഇവയെല്ലാം പൊളിച്ചു നീക്കി പുനർനിർമ്മാണം വേഗത്തിലാക്കി നഗരം അപകടരഹിതമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഭരണസമിതിയുടെ അലംഭാവത്തിനെതിരെ പ്ലക്കാർഡുകളുമായി കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം വിഷയം യാഥാർത്ഥ്യമാണെന്നും ഇക്കാര്യത്തിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ ഉൾപ്പെടുത്തി സ്റ്റെബിലിറ്റി പരിശോധന നടത്തി ഉചിതമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു. നമ്മുടെ പട്ടണത്തിനകത്തുള്ള കെട്ടിടങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ കാലങ്ങളായി വന്നിരുന്ന മുനിസിപ്പാലിറ്റി ഒരു കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ അവിടുത്തെ സ്റ്റെബിലിറ്റി സെറ്റ് നോക്കുന്ന എഞ്ചിനീയർ അടക്കം വന്ന് ഓരോ ബിൽഡിങ്ങുകളും നേരെ കയറി ചെന്ന് സ്റ്റെബിലിറ്റി തുറന്നു കാണിച്ചു കൊടുക്കണം. ACPയുടെ ഭാഗം തുറന്നു കാണിച്ചു കൊടുത്ത് അവർ പറയുന്നത് പോലെ ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. കോടതിയിലിരിക്കുന്ന കെട്ടിടം പൊളിക്കാനാവില്ല. എന്നാൽ സ്റ്റേ മാറിയാൽ അടച്ചുപൂട്ടിക്കുമെന്നും ഇതിലൊന്നും സംഘടനയോ പാർട്ടിയോ നോക്കാതെ നടപടിയെടുക്കുമെന്നും മേയർ വ്യക്തമാക്കി. ആരും തന്നെ ഇതിനകത്ത് ഇത് നമ്മുടെ പാർട്ടിയുടെ ആളാണ്, എന്റെ സംഘടനയുടെ ആളെന്ന് പറഞ്ഞ ഒരാളും ദയവ് ചെയ്ത് അപ്പൊ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി തീരുമാനിക്കുക. തൃശൂർ പട്ടണം സംരക്ഷിക്കപ്പെടും. എന്നാൽ പഴകിയ കെട്ടിടങ്ങൾ സ്ത്രീകളുടെ മേക്കപ്പിടൽ പോലെയാണ് മുഖം മിനുക്കി പ്രവർത്തിക്കുന്നതെന്ന മേയറുടെ പരാമർശം പ്രതിപക്ഷ വനിതാ കൌൺസിലർമാരെ ചൊടിപ്പിച്ചു. പ്രസ്താവന അപലപനീയമാണെന്നും പിൻവലിച്ച് മാപ്പ് പറയണമെന്നും BJP പ്രതിനിധി ഡോക്ടർ ആതിരയും കോൺഗ്രസ് അംഗം ലാലി ജെയിംസും ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന വിവാദമായ ബിനി ടൂറിസ്റ്റ് ഹോം വിഷയവും ചർച്ചയായി. കൌൺസിലിന്റെ അനുമതിയില്ലാതെയാണ് നവീകരണം നടത്തിയതെന്നും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. കുരിയച്ചിറയിലെ മാലിന്യ പ്രശ്നവും OWC പ്ലാന്റ് നിർമ്മാണവും സംബന്ധിച്ച ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുമെന്ന് കോൺഗ്രസ് അംഗം സിന്ധു ആൻഡോ ചാക്കോള പറഞ്ഞു. സ്മാർട്ട് ബില്ല് കിട്ടാത്തതിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച കൌൺസിലർ മേഴ്സി അജി മേയർക്ക് കത്തും നൽകി. TCV തൃശൂർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു. ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. 5000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ രാത്രി 12 മണിക്കും ഇന്ന് പുലർച്ചെ 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് പണമെടുക്കാൻ സാധിച്ചില്ല. വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ദേശീയപാത ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ കാറിൽ കടത്തിയ 350 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ.
വിശദാംശങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന് ജയൻ ചേരുന്നുണ്ട്. ജയൻ, ഓണത്തോടനുബന്ധിച്ചുള്ള അനധികൃത സ്പിരിറ്റ് വേട്ടയുടെ ഭാഗമായിട്ടായിരുന്നോ? എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? സിജി, തീർച്ചയായും ഓണക്കാലമായതിനാൽ പോലീസെല്ലാം വളരെ ജാഗരൂകരായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വാഹനങ്ങളിൽ അനധികൃതമായി മദ്യവും സ്പിരിറ്റും കടത്തുന്ന വിവരം പോലീസിന് രഹസ്യമായി ലഭിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ആഴ്ചകളായി ദേശീയപാതയിലും മറ്റ് പ്രധാന റോഡുകളിലും എല്ലാം റോന്ത് ചുറ്റുന്നുണ്ട്. ഇവരുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് തൃശ്ശൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് കടത്തുകയായിരുന്ന 385 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. പോട്ട ആശ്രമം ജംഗ്ഷനിലെ ഇടുക്കൂട് പാലത്തിന് സമീപം മാരുതി കാറിൽ കടത്തിയിരുന്ന പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടിയത്. മാരുതി കാറിന്റെ ഡിക്കിയിൽ ആണ് 11 കന്നാസുകളായി 35 ലിറ്റർ വീതം കൊള്ളുന്ന 11 കന്നാസുകളായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെത്തിയത്. കോട്ടയത്തെ ഈരാറ്റുപേട്ട സ്വദേശി സച്ചു രാമകൃഷ്ണൻ എന്ന ആളാണ് പിടിയിലായത്. ഇയാൾ കാർ ഓടിച്ച് വരികയായിരുന്നു. ഇയാളെ കാറ് വളഞ്ഞിട്ട് പോലീസ് പിടിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം ഇയാളെ ബലമായി പിടികൂടി. പരിശോധിച്ചപ്പോഴാണ് ഇത്തരം സ്പിരിറ്റ് കണ്ടെത്തിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്കാണ് സ്പിരിറ്റ് കടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അങ്കമാലിയിലെ ബാറുകൾ കേന്ദ്രീകരിച്ച് ഓണക്കച്ചവടത്തിന് സ്പിരിറ്റ് എത്തിക്കുകയായിരുന്നു തന്റെ ദൗത്യമെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇതിന്റെ ഉറവിടം തേടി ജില്ലാ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആരനാട്ടുകരയിൽ നിന്നും ഒരു സ്ത്രീയും പുരുഷനെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവിടെ വെച്ച് കുറച്ച് സ്പിരിറ്റും പിടികൂടിയതാണ് വിവരം. അതിനെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവികളാണ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ഇവിടെ അങ്കമാലി ഭാഗത്തേക്ക് സ്പിരിറ്റ് കൊണ്ടുപോകുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിജി, നന്ദി ജയൻ, വിവരങ്ങൾ ശേഖരിച്ചതിന്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ കാറിൽ കടത്തിയ 385 ലിറ്റർ സ്പിരിറ്റ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയ വാർത്തയുടെ വിശദാംശങ്ങളാണ് ചാലക്കുടിയിൽ നിന്ന് ജയൻ നൽകിയത്. എറണാകുളം ഷൊർണൂർ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗിന് ഒപ്പം കവച് എന്ന സുരക്ഷാ സംവിധാനവും ഒരുക്കാൻ റെയിൽവേ. ഇതോടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗിന് പുറമെ കവചും കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന മേഖലയായി മാറുകയാണ്. 540 ദിവസമാണ് പദ്ധതി പൂർത്തീകരണത്തിനുള്ള കാലാവധിയായി കണക്കാക്കിയിരിക്കുന്നത്. 2 തീവണ്ടികൾ ഒരേ പാതയിൽ നേർക്കുനേർ വന്ന് കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള സാങ്കേതിക സംവിധാനമാണ് കവച്. പെരുമ്പുഴയിൽ ഫൈലവൽ കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാട്ടുകാരാണ് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. സംഭവമറിഞ്ഞ് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അകമലയിലെ ഡോഗ് ഷെൽട്ടർ ഹോമിലെ ഇതര സംസ്ഥാനക്കാരനായ ജീവനക്കാരനെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശി ആഷിഖ് ഇസ്ലാമിനെയാണ് 650 ഗ്രാം കഞ്ചാവുമായി വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെയാണ് സുരേഷ് ഗോപി ദർശനത്തിനെത്തിയത്. ദേവസ്വം ഓഫീസർ PB ബിജുവും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ഏറെ നേരം ക്ഷേത്രത്തിനകത്ത് ധ്യാനമിരുന്നതിനു ശേഷമാണ് മന്ത്രി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. PP ജോൺ, PA മനാഫ്, CA റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാടുകുറ്റി കാതിക്കുടം ചാത്തൻചാൽ കാർഷിക പദ്ധതിയുടെ 2ാം ഘട്ട നവീകരണത്തിന് തുടക്കമായി. നബാർഡിന്റെ സഹായത്തോടെ KLDC ആണ് 727 ലക്ഷം രൂപ ചിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2 റീച്ചുകളായാണ് നവീകരണ പദ്ധതി. 2025 മാർച്ചിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി. KLDC ചെയർമാൻ PV സത്യനേശൻ, വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, KLDC ചീഫ് എഞ്ചിനീയർ PK ശാലിനി, രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, മോളി തോമസ് എന്നിവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനം ആരോപിച്ചും അംഗപരിമിതിയായ സെക്രട്ടറിക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെയാണ് പ്രവർത്തകർ ധർണ നടത്തിയത്. കോൺഗ്രസ് നേതാവ് MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ, DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പുള്ളി, സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ പരിധിയിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷറ ലത്തീഫ്, എക്സൈസ് ഉദ്യോഗസ്ഥൻ PB അരുൺകുമാർ, ചാവക്കാട് SI CI ശ്രീജി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് കൌൺസിലർമാർ, ചാവക്കാട് താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് കൊട്ടേക്കാട് മേഖലയിലെ CITU യൂണിയനിൽപ്പെട്ട ബസ് തൊഴിലാളികളുടെ ഓണം ബോണസ് വിതരണവും നറുക്കെടുപ്പും നടത്തി. ബോണസ് വിതരണം മെഡിക്കൽ കോളേജ് യൂണിറ്റ് സെക്രട്ടറി A വിനോദും നറുക്കെടുപ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറി KP സണ്ണിയും നിർവഹിച്ചു. വിശിഷ്ട സേവനത്തിന് 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ K സഗുണിനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ് ആദരിച്ചു. MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ എന്നിവർ മുഖ്യാതിഥികളായി. മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI ജിജി എന്നിവർ സംസാരിച്ചു. തൃശൂർ ലൂർദ് സെന്റ് മേരീസ് UP സ്കൂൾ ഓണത്തോടനുബന്ധിച്ച് എന്റെ നാനോ പൂക്കളം മത്സരം സംഘടിപ്പിച്ചു. നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് വിദ്യാലയത്തിലെ ഓരോ കുട്ടിയും അവരവരുടെ കഴിവിനനുസരിച്ച് പൂക്കളം നിർമ്മിച്ചത്. പ്രധാന അധ്യാപിക KR ഷീജ, അധ്യാപകരായ TK സജിത, TD സ്റ്റെജി, NK സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും സ്മാൾ ഇൻഡസ്ട്രീസ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ചെറുകിട സംരംഭകർക്കായി നടത്തുന്ന ഓണം വിപണനമേള തൃശൂരിൽ ആരംഭിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ ആരംഭിച്ച വിപണനമേള P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് TBI സെക്രട്ടറി ഡോക്ടർ N ഹാരിസ്, മാനേജർ ഡോക്ടർ അജയ് ജെയിംസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വീട്ടുൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, പച്ചക്കറി, ലൈവ് ഫുഡ് കൌണ്ടർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 35-ൽ പരം സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വരെ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 8 വരെ തൃശൂർ ടൗൺ ഹാളിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. കുട്ടനല്ലൂർ കവിത റോഡിനു സമീപം വിൽപ്പനയ്ക്ക് വെച്ച മൺകലങ്ങൾക്കിടയിൽ പെരുമ്പാമ്പ് പതിയിരിക്കുന്നത് കണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായി. മഴയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി കച്ചവടം നടന്നിരുന്നില്ല. മൺപാത്രങ്ങൾ മൂടിവെച്ച ടാർപ്പായ നീക്കി പാത്രങ്ങൾ ഒതുക്കി വെക്കുന്നതിനിടയിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്നേക് ക്യാച്ചർ ലിജോ പെരുമ്പാമ്പിനെ പിടികൂടി. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ ഡിസംബർ 2-3 തീയതികളിലായി സ്റ്റോഗോ ഫെസ്റ്റും ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് ചടങ്ങും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുട്ടികളുടെ ഡിജിറ്റൽ ക്ഷേമത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഉപയോഗം എന്ന വിഷയത്തിലാണ് സ്റ്റോഗോ ഫെസ്റ്റും ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രേഡ് 4 മുതൽ ഗ്രേഡ് 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അന്തർദേശീയ STEM മത്സരം ആണിത്. സ്റ്റോഗോ ഫെസ്റ്റിൽ 120 സ്കൂളുകൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ MG ഗിരീശൻ, ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോസ് കണ്ണമ്പിള്ളി, സ്റ്റോഗോ ഫെസ്റ്റ് ആൻഡ് വൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ സ്ഥാപകൻ ജയേഷ് സെബാസ്റ്റ്യൻ, ഫെസ്റ്റ് ഗ്ലോബൽ കോർഡിനേറ്റർ R ലിൻഡ, ചീഫ് അഡ്വൈസർ MP സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പെരുവല്ലൂർ മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. പെരുവല്ലൂർ എളവള്ളി റോഡിനെയും ക്വാറിയെയും മാലിന്യ കൂമ്പാരമാക്കരുത്, പകർച്ചവ്യാധി വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ശ്രദ്ധ ക്ഷണിക്കൽ സമരം. പെരുവല്ലൂർ കരിങ്കൽ ക്വാറിക്ക് സമീപം നടന്ന സമരം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ, KR വിശ്വനാഥൻ, NK ഷംസുദ്ദീൻ, NA ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു.
പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയതോടെ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളിൽ ചേക്കേറുകയാണ് ആയിരക്കണക്കിന് ആറ്റക്കിളികൾ. ഒരു കാലത്ത് മലയോരത്തെ നെൽപ്പാടങ്ങളിലെമ്പാടും കാണപ്പെട്ടിരുന്ന ആറ്റക്കിളികൾ ഇപ്പോൾ വളരെ അപൂർവം പാടശേഖരങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ശാന്തമായ അന്തരീക്ഷമുള്ള പാടങ്ങളാണ് ഇവയുടെ വാസകേന്ദ്രങ്ങൾ. മനുഷ്യ സാന്നിധ്യം കുറഞ്ഞ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളും ഉയരമേറിയ വൃക്ഷശിഖരങ്ങളുമാണ് കൂടൊരുക്കാനായി ഇവ തിരഞ്ഞെടുക്കുന്നത്. കൊടകര, മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചാറ്റിലാമ്പാടത്തെ തെങ്ങുകളിൽ നൂറുകണക്കിന് കുരുവികളാണ് കൂടൊരുക്കിയിട്ടുള്ളത്. 3 വശവും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ പാടശേഖരത്തിൽ പാറിക്കളിക്കുന്ന ആറ്റക്കുരുവികൾ മനോഹര കാഴ്ചയാണ്. ചാറ്റിലാമ്പാടത്തിന് നടുവിലും ഇരുവശത്തെ കരപ്രദേശത്തുമായി നിൽക്കുന്ന തെങ്ങുകളിലുമാണ് കുഞ്ഞാറ്റക്കിളികളുടെ കൂടുകളുള്ളത്. മറ്റത്തൂരിലെ കോടാലി പാടശേഖരത്തിന്റെ അതിരിലുള്ള തോട്ടുവക്കിലെ തെങ്ങിൻ തലപ്പുകളിലും ആറ്റക്കിളികളെ കാണാം. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും വ്യാപകമായിരുന്ന കാലത്ത് ധാരാളമായി കാണപ്പെട്ടിരുന്നവയാണ് ആറ്റക്കിളിയെന്നും തൂക്കണാംകുരുവിയെന്നും പേരുള്ള കുഞ്ഞു പറവകൾ. പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മറയാൻ തുടങ്ങിയതോടെ തെങ്ങോലത്തുമ്പിൽ കാറ്റിന്റെ താളത്തിനൊത്ത് ചാഞ്ചാടുന്ന ആറ്റക്കിളിക്കൂടുകളും അപൂർവ കാഴ്ചയായി മാറുകയാണ്. ആൺകിളികളാണ് തെങ്ങോലകളിൽ കൂടുണ്ടാക്കുന്നത്. നാരുകളും ഓലച്ചീളുകളും ചളിയും ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം. ആൺകിളി കൂട് മെനഞ്ഞു കഴിഞ്ഞാൽ പെൺകിളി മുട്ടയിടാനായി എത്തും. 2 ആഴ്ച കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞാറ്റകൾ പുറത്തുവരും. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നീട് ആൺകിളികൾ പുഴുക്കളെയും പുൽച്ചാടികളെയും കൊക്കിലെടുത്തു കൊണ്ടുവന്ന് തീറ്റയായി നൽകും. ചാറ്റിലാമ്പാടത്ത് നെല്ല് വിളഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് ആറ്റക്കിളികളെ കാണാനാകും. നെൽക്കതിരുകളിൽ നിന്ന് പാലൂറ്റി കുടിക്കുന്നതിനാൽ ആറ്റക്കുരുവികൾ കർഷകർക്ക് ശല്യമാണ്. TCV ന്യൂസ്, കൊടകര. കാരുണ്യ ക്രിയേഷൻസ് എന്ന മാനവിക സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രമൊരുക്കുന്നു. വാസവദത്ത എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ശ്യാംനാഥാണ്. വളർന്നുവരുന്ന പ്രതിഭകൾക്ക് വേദി ഒരുക്കുക എന്നതിനൊപ്പം ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിക്കുന്നത്. ചിത്രത്തിന്റെ 1ാം ഘട്ടം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടന്നു. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ഒരുമ കുടുംബശ്രീയിലെ നിറവ് JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KR രൺദീപ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനു, കുടുംബശ്രീ താന്യം പഞ്ചായത്ത് ചെയർപേഴ്സൺ സുജിത നിരേഷ്, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് രൂപം നൽകിയതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ശതാബ്ദിയുടെ ഭാഗമായി കോൺഫറൻസ് ഹാളും കിച്ചനും ഡൈനിംഗ് ഹാളും ഉൾപ്പെടുന്ന 2 നിലകളോടുകൂടിയ ശതാബ്ദി മന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ VK വിജയൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, PTA പ്രസിഡന്റ് KK രാജൻ, പ്രിൻസിപ്പൽ ഡോക്ടർ D രമി, ഹെഡ്മാസ്റ്റർ രത്നകുമാർ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നിയിൽ വനിതാ കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിനടുത്ത് 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വനിതാ കൂട്ടായ്മ അംഗങ്ങളായ രത്ന ചന്ദ്രൻ, ആശ രാജൻ, ഗൌരി ശിവദാസൻ എന്നിവർ ചേർന്ന് കൃഷിഭവന്റെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌമി പ്രസാദ്, MK ഫൽഗുണൻ, VS ജിനേഷ്, എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുൻപിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി തിരുവോണം വരെ 10 ദിവസവും ഗുരുവായൂരപ്പന് മുൻപിൽ വലിയ പൂക്കളങ്ങൾ വിടരും. ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരാണ് ഓണക്കാലത്ത് ക്ഷേത്രത്തിന് മുൻപിൽ വഴിപാടായി പൂക്കളങ്ങൾ ഒരുക്കുന്നത്. പൂക്കച്ചവടക്കാരനായ തേക്കത്ത് ഉണ്ണികൃഷ്ണൻ 4 ദശാബ്ദം മുൻപാണ് ക്ഷേത്രത്തിന് മുൻപിൽ പൂക്കളം ഇട്ടു തുടങ്ങിയത്. ഇതോടെ മറ്റ് കച്ചവടക്കാരും മറ്റുള്ള ദിവസങ്ങളിൽ കളമിട്ടു തുടങ്ങി. ഉണ്ണികൃഷ്ണന്റെ മകൻ സന്ദീപിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ ചേർന്ന് 20 അടി വലുപ്പത്തിലുള്ള കളമാണ് ഇത്തവണ തീർത്തത്. 50 കിലോ പൂക്കൾ ഇതിനായി വേണ്ടിവന്നു. രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചതു മുതൽ തുടങ്ങിയ പൂക്കളം ഒരുക്കൽ പുലർച്ചെ 2 വരെ നീണ്ടു. പൂക്കളത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഭക്തരുടെ തിരക്കാണ്. മരത്താക്കര കുഞ്ഞനംപാറയിൽ ഫാൻസി കടയ്ക്ക് തീപിടിച്ചു. ആവണി കളക്ഷൻ എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ രാത്രി അഗ്നിബാധയുണ്ടായത്.
തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. 2 ദിവസം മുൻപ് ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിലുണ്ടായ അഗ്നിബാധയിൽ കോടികളുടെ നഷ്ടം സംഭവിച്ചിരുന്നു. CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ചിറ്റാറ്റുകരയിൽ തുടക്കമായി. താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ച് സമ്മേളനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. KV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ്, CF രാജൻ, കൃഷ്ണൻ തുപ്പത്ത്, VS പ്രദീപ്, NB ജയ, PK അഖിൽ എന്നിവർ സംസാരിച്ചു. വീടുകൾ തോറും പൂക്കളങ്ങൾ തീർക്കാൻ പുഷ്പകൃഷിയിലൂടെ വിജയഗാഥ രചിക്കുകയാണ് കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളും നിറപ്പൊലിമ വനിതാ കൂട്ടുസഹായ സംഘവും. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, പ്രധാന അധ്യാപകൻ K സജീന്ദ്രമോഹൻ, അധ്യാപകരായ പ്രിൻസി തോമസ്, ജിനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സന്ധ്യ സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ അയ്യപ്പ സേവാ സംഘം ചെയർമാൻ VK വിശ്വനാഥൻ, TV ശ്രീനിവാസൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാശ്രീ KNP നമ്പീശൻ രചിച്ച നാട്യവാദ്യ സാർവഭൗമം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പുരസ്കാര സമർപ്പണവും തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. നെല്ലുവായി രഞ്ജിനി രസിക സഭ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നെല്ലുവായി കലാശ്രീ KNP നമ്പീശൻ, പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, കലാമണ്ഡലം നാരായണൻ, R രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജിന് പൂക്കൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. എക്കോ ക്ലബ് ഭാരവാഹിയായ സൈന സണ്ണി, രശ്മി മേനോൻ, മിനി കുമാരൻ, അനുഷ്ക, മീര അരുൺ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആയുഷ് വിഭാഗം നടപ്പിലാക്കുന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ വിഭാഗത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി സെബാസ്റ്റ്യൻ, HMC മെമ്പർ ജോൺ വാഴപ്പള്ളി, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഡോക്ടർ PK നേത്രദാസ്, ഡോക്ടർ KM ഷിനി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ദിവീന, ഡോക്ടർ റെനി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ VU ദിവ്യ, മുൻ പഞ്ചായത്ത് അംഗം PS പ്രശാന്ത്, കർഷക കൂട്ടായ്മ പ്രസിഡന്റ് ദിവാകരൻ കുറ്റിലിക്കാടൻ, മറ്റത്തൂർ കൃഷി അസിസ്റ്റന്റ് M രാജിക എന്നിവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു. പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസമ്മ സുബ്രഹ്മണ്യൻ, മെമ്പർമാരായ KG പോൾസൺ, ഷീന തോമസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സ്നേഹത്തണൽ ട്രസ്റ്റ് അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ച് നൽകിവരുന്ന 4ാമത് വിശുദ്ധ മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശലഭ ജ്യോതിഷിന് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്കൂളിലെ NSS വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നടത്തിയ വേറിട്ട സേവന പ്രവർത്തനങ്ങളാണ് ശലഭ ടീച്ചറെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ പൊക്കാഞ്ചേരി പുരസ്കാരം സമ്മാനിച്ചു. നിർധന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ബാപ്പു വലപ്പാട് നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് VC അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MA സലീം, ഭാരവാഹികളായ KC അശോകൻ, PC അഹ്ഫദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3094 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്നത്തം. തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കി സായണ്ണ സൗഹൃദ കൂട്ടായ്മ. നാലോണനാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. തൃശൂർ നഗരത്തിലെ പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. മേയറുടെ സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ വനിതാ കൌൺസിലർമാർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ദേശീയപാത ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ കാറിൽ കടത്തിയ 350 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.